പ്രമുഖ IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ ഓഫീസിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വനിതാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുക, നിർബന്ധിത മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാത്രം കാണേണ്ടതില്ല. മറിച്ച് 15,000 മുതൽ 25,000 രൂപ വരെ ശമ്പളത്തിന് ഈ ചൂഷണങ്ങൾ സഹിച്ച് ഇപ്പോഴും ജോലി ചെയ്യുന്ന നിരവധി യുവാക്കൾ പല കമ്പനികളിലുമുണ്ട്. അവർ അതൊന്നും തുറന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ടാറ്റ കൺസൾട്ടൻസിയെ പോലെയൊരു പ്രശസ്ത സ്ഥാപനത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളിടത്തെ അവസ്ഥ എന്താകുമെന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. എന്താണ് ടാറ്റ കൺസൾട്ടൻസിയിലെ നാസിക്കിലെ ഓഫീസിൽ സംഭവിച്ചത്? ഫെബ്രുവരിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിഷയത്തിൽ പോലീസ് ഇടപെടൽ ഉണ്ടാകുന്നത്. നിർബന്ധിത മതപരിവർത്തനം എന്ന പേരിൽ വ്യാജ പരാതികൾ നിരവധി ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തിടുക്കപ്പെട്ടൊരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല. എന്നാൽ ഒരു ദിവസം കമ്പനിയിലെ ഒരു ഹിന്ദു യുവതി റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവത്തിൽ കഴമ്പുണ്ടെന്ന് പോലീസിന് മനസ്സിലായത്. ഈ സ്ത്രീയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോൾ മതപരമായ രീതികളിൽ മകൾക്ക് വന്ന മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ ജോലിക്ക് വിടുന്നില്ല എന്നാണ് മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞത്. ഇതോടെ സിറ്റി പോലീസ് കമ്മീഷണർ സന്ദീപ് കർണിക്കിന്റെ നേതൃത്വത്തിൽ ഒരു രഹസ്യാന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തി. അതിനായി 6 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നാസിക്കിലെ ഇതേ ഓഫീസിൽ കോൾ സെന്റർ ജീവനക്കാരായും ഹൗസ് കീപ്പിംഗ് ജീവനക്കാരായും കടന്നുകൂടി. സംഭവവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുകയും പ്രതികളെ കൂടുതൽ സമയം ഇവർ നിരീക്ഷിക്കുകയും ചെയ്തു. അന്വേഷണത്തിൽ നാസിക്കിലെ ഈ ഓഫീസിൽ ലൈംഗിക പീഡനവും മതപരിവർത്തനത്തിനായുള്ള സമ്മർദ്ദവും ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തു. ഈ വർഷം മാർച്ച് 26-നാണ് കേസിനാസ്പദമായ ആദ്യ സംഭവം പുറത്തറിയുന്നത്. ഒരു വനിതാ ജീവനക്കാരി മേലുദ്യോഗസ്ഥൻ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് ദേവ്ലാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഡാനിഷ് ഷെയ്ഖ് എന്ന ഉദ്യോഗസ്ഥൻ താൻ വിവാഹിതനാണെന്ന സത്യം മറച്ചുവെച്ച് യുവതിയുമായി പ്രണയത്തിലാവുകയും പിന്നീട് മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുകയുമായിരുന്നു. ഇയാളുടെ ഭാര്യ തന്നെ യുവതിയെ വിളിച്ച് സത്യാവസ്ഥ വെളിപ്പെടുത്തിയതോടെയാണ് പരാതി നൽകാൻ യുവതി പോലീസ് സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് സമാനമായ പരാതി 8 യുവതികൾ കൂടി നൽകിയതോടെ പോലീസ് സമഗ്രമായ അന്വേഷണത്തിന് തുടക്കമിട്ടു. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള പ്രതിമാസം 18,000 മുതൽ 25,000 രൂപ വരെ ശമ്പളം വാങ്ങുന്ന യുവതികളാണ് ക്രൂരതയ്ക്ക് ഇരയായിരുന്നത്. ദരിദ്ര സാഹചര്യങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് തൊഴിൽപരമായ സമ്മർദ്ദം ചെലുത്തിയും സ്ഥാനക്കയറ്റം വാഗ്ദാനം ചെയ്തുമാണ് പീഡനത്തിന് ഇരയാക്കിയിരുന്നത്. ഇതിന് വഴങ്ങാത്തവർക്ക് ജോലി ഭാരം വർദ്ധിപ്പിക്കുകയായിരുന്നു ഇവരുടെ രീതി. ഇർമാൻ എന്ന മതപ്രഭാഷകനെ വീഡിയോ കോളിലൂടെ ചില യുവതികൾക്ക് പരിചയപ്പെടുത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് കേസിൽ ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ്, ഷാറുഖ് ഖുറേഷി, റാസ മേമൻ, തൗസീഫ് അത്താർ, അശ്വിൻ ചനാനി എന്നിവരുൾപ്പെടെ 7 പേരെ പോലീസ് പിടികൂടി. പ്രതികൾക്കെതിരെ ലഭിച്ച 76-ലധികം ഇന്റേണൽ പരാതികൾ മൂടിവെച്ച HR നിദ ഖാനും പോലീസിന്റെ കസ്റ്റഡിയിലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഓഫീസിലെ CCTV ദൃശ്യങ്ങളും ഇമെയിൽ വിവരങ്ങൾ, പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിദേശത്ത് നിന്ന് പണം എത്തിയിട്ടുണ്ടോ എന്നും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിലെ എല്ലാ കോർപ്പറേറ്റ് ഓഫീസുകളിലും പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. ആശങ്കാജനകവും വേദനാജനകവുമായ സംഭവമാണ് ഉണ്ടായെന്നാണ് ടാറ്റ സൺസ് ചെയർമാൻ N ചന്ദ്രശേഖരന്റെ പ്രതികരണം. സംഭവത്തിൽ ശക്തമായ നടപടിയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഇപ്പോൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. പ്രതികളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ആഭ്യന്തര അന്വേഷണം ആരംഭിക്കുകയും അവർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ടാറ്റ കൺസൾട്ടൻസിയിൽ നിന്ന് പുറത്തു വന്ന ഈ ഒരു വാർത്ത IT മേഖലയിൽ ജോലി തേടുന്ന യുവാക്കളെ സംബന്ധിച്ച് കുറച്ച് പേടിപ്പെടുത്തുന്നവ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട.